ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടേത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുതേ. പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അപ്പം നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് നേരെ നമുക്ക് പോയേക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് എപ്പോഴും ഉള്ള ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന്. ഇനി ആരെങ്കിലും നമ്മളെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആവാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 12 സൈൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ പറയാൻ പോകുന്ന 12 സൈനൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, ഡ്രീമാണ്, സ്വപ്നം. അതായത് നിങ്ങൾ എന്നും ഒരു വ്യക്തിനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്വപ്നം കാണാറുണ്ടോ? നിങ്ങൾ ഒരു പക്ഷെ ആ ഒരു വ്യക്തിനെ കുറിച്ച് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിനെ കണ്ടിട്ടും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ എന്നും ആ ഒരു വ്യക്തിനെ മാത്രമാണ് സ്വപ്നത്തിൽ കാണുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ ഒന്നും ഇതുവരെ ഓർത്തിട്ടുമില്ല. എന്നിരുന്നാലും ആ ഒരു വ്യക്തിനെ തന്നെ എന്നും നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിനെ പോലത്തെ തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിനെ സ്ഥിരമായിട്ട് നിങ്ങൾ കാണാറുണ്ടോ? അതായത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിനായിരിക്കും എപ്പോഴും ഓർമ്മ വരുന്നത്. ഇങ്ങനെ ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ മനസ്സിൽ, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും അതേപോലത്തെ ഒരു വ്യക്തിനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ ഷേപ്പുള്ള വേറെ ആളുകളെ നിങ്ങൾ പുറത്ത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ചെവിയൊക്കെ ചൂടാകും. അതായത് ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് നിങ്ങളുടെ രണ്ട് ചെവിയും ഇങ്ങനെ ചുട്ട് പഴുക്കുന്നത് പോലെ ഒരു ഫീല് നിങ്ങൾക്ക് വരാറുണ്ടോ? അങ്ങനെ വരാറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി ആ ഒരു സമയം നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ ഒരു സമയം ഉണ്ടാവുക. രണ്ട് ചെവിക്കകത്തുനിന്ന് ആകെ ഒരു ചൂടോ ഒരു പരവേശോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ ചെവിക്കകത്ത് തന്നെ ഫീൽ ആകും. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട, നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി എവിടെയോ ഇരുന്നിട്ട് നിങ്ങളെ ഓർക്കുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സൈന്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇമോഷണൽ ഷിഫ്റ്റ് ആണ്. അതായത് ഒരു കാര്യവുമില്ലാതെ നിങ്ങളുടെ ഇമോഷൻ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു, നിങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ നിങ്ങൾ TV കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ഹാപ്പി ആയിരുന്നു നിങ്ങൾ. പെട്ടെന്ന് നിങ്ങൾക്ക് കരയാൻ തോന്നുവാണ്, നിങ്ങൾക്ക് ആകെ ഒരു സങ്കടം വരികയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരികയാണ്. ഇങ്ങനെ ഓരോ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഇമോഷൻ പെട്ടെന്ന് ഇങ്ങനെ മാറിയും മറിഞ്ഞും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തി എവിടെയോ ഇരുന്നിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നെയിമാണ്, അതായത് പേര് തന്നെ. അതായത് നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ എപ്പോഴും കാണും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ബുക്ക് വായിക്കുകയാണ്, ആ ബുക്കിന്റെ അകത്ത് ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ കാണും. അതേപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു ചായക്കട, അതിന്റെ പേരും നിങ്ങളെ ഓർക്കുന്ന ഒരു വ്യക്തിയുടെ പേരായിട്ട് നിങ്ങൾ കാണും. അതേപോലെ തന്നെ
വേറെ പല സ്ഥലങ്ങളിൽ TV-യിൽ, ഇപ്പൊ പേപ്പറിൽ, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ ആ ഒരു വ്യക്തിയുടെ പേരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിൽ കാണും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പല സ്ഥലങ്ങളിലായിട്ട് പല തവണയായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 5-ാമത്തെ കാര്യം. ഇനി 6-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6-ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷം വരും ഒരു വ്യക്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ. അതായത് സഡൻ ഹാപ്പിനെസ് എന്ന് പറയും. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷം വരും. ഭയങ്കര ഒരു സന്തോഷം, ഒന്ന് തുള്ളിച്ചാടാനൊക്കെ നിങ്ങൾക്ക് തോന്നും. അത്രമാത്രം സന്തോഷം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയവും നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 6-ാമത്തെ കാര്യം. ഇനി 7-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7-ാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോൾസും മെസ്സേജസുമാണ്. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കോളോ അല്ലെങ്കിൽ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളുടെ പഴക്കമായി കാണും, വിളിക്കാറോ മിണ്ടാറോ ഒന്നുമില്ല. എന്നിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കാറുണ്ട് എന്നതാണ്. ഇനി 8-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 8-ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇങ്ങനെ എപ്പോഴും ഫീൽ ആകാറുണ്ടോ? അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തൊന്നും ഇല്ല, എന്നിരുന്നാൽ പോലും ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉള്ളതായിട്ട് തോന്നും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വായിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെയറിൽ ആ ഒരു വ്യക്തി വന്നിരിക്കുന്നതായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നുവാണ്. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഫീൽ ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തിയും ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 8-ാമത്തെ കാര്യം. ഇനി 9-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 9-ാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തൊന്നും ഇല്ല, എന്നിരുന്നാലും ആ ഒരു വ്യക്തിയുടെ സ്മെല്ല്, അതിപ്പോൾ ആ ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ ഒരു വ്യക്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മെല്ല് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയവും നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഒരു സ്മെല്ല് കിട്ടുകയാണ്. ഒരുപക്ഷെ ആ ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആവാം, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സമയങ്ങളിലൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 9-ാമതായിട്ട് വരുന്ന കാര്യം. ഇനി 10-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 10-ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സോങ്സ് റിമൈൻഡർ ആണ്. അതായത് പാട്ടിലൂടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അതായത് നിങ്ങളെ ഓർക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ പാട്ടിലൂടെ കാണും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേര്, അങ്ങനെ എന്തെങ്കിലും ആ ഒരു വ്യക്തിയായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഒരു പാട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. ചില സോങ്സിൻ്റെ ഒക്കെ ലൈനിൽ നിങ്ങളെ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന്. ഇനി 11-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 11-ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഏഞ്ചൽ നമ്പേഴ്സ് ആണ്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എവിടെയെങ്കിലും ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ടോ? ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് 000 അല്ലെങ്കിൽ 111 222 333 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ, ഇതിനാണ് ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും ഏഞ്ചൽ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ഏതോ ഒരു വ്യക്തി എപ്പോഴും ഓർക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 11-ാമത്തെ സൈന്. ഇനി
12ാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. 12ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബട്ടർഫ്ലൈ ആണ്. നിങ്ങൾ മുറ്റത്തൂടെയൊക്കെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പാർക്കിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ വന്ന് ഇങ്ങനെ പറക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മേത്ത് വന്ന് ഇരിക്കുക, നിങ്ങൾ ടച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ പറക്കുന്നത് നിങ്ങൾ കാണുകയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഏതോ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇനി പറഞ്ഞ 12 സൈനൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ ഓർക്കുന്ന ആ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.